ക്രിക്കറ്റ് ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം. ഡൽഹി ആവട്ടെ 7ാം സ്ഥാനത്തും KKR ആവട്ടെ 8ാം സ്ഥാനത്തുമാണ് ഇപ്പോ നിലവിലുള്ളത്. രണ്ട് ടീമിനും ഇന്ന് വിജയിച്ചേ പറ്റൂ. മത്സരം നടക്കുക ഡൽഹിയിലെ ഹോം ഗ്രൗണ്ടാണ് മത്സരം നടക്കുക. നമുക്ക് ഈ മത്സരത്തിന് മുന്നോടി പിച്ച് റിപ്പോർട്ടും ടീം ന്യൂസും പ്രോബോൾ ലൈനപ്പ് എന്നീ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. ഡൽഹിയിലെ പിച്ചിൽ നമുക്കറിയാമല്ലോ, അവിടെ ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും ഒരു 190 150 ഒക്കെ വരാനേ ചാൻസ് ഉള്ളൂ. 200+ പോയാൽ അതിശയപ്പെടാനില്ല. കാരണം ഡൽഹിയും പഞ്ചാബ് തമ്മിൽ സീസണിൽ മത്സരം ഓർമ്മയുണ്ടോ, 264 റൺസാണ് പഞ്ചാബ് എടുത്തത്. പക്ഷെ തൊട്ടടുത്ത കളിയില് ഡൽഹി 163 റൺസിൽ ഔട്ടാവുന്ന കാഴ്ച കണ്ടില്ലേ. അതായത് പിച്ചിൽ 2 ഡിഫറൻറ്റ് സ്കോർ വന്ന പിച്ചാണ്. അപ്പൊ ഇന്നും അതേപോലെ ഒരു പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മഴക്കൊരു സാധ്യതയും ഇല്ല ഡൽഹിയിൽ, എന്നാലും ഇപ്പൊ പിച്ച് റിപ്പോർട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ അജിങ്ക്യ രഹാനയുടെ ഫോം അവർക്കൊരു പ്രശ്നമാണ്. അതുവരെ KL രാഹുല് നരേനെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ്, പക്ഷെ വരുൺ ചക്രവർത്തിക്ക് അത്ര വലിയ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കുൽദീപ് യാദവിൽ നിന്ന് ഫോമിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ അവസരമാണ്. കാരണം രഹാനയ്ക്ക് കുൽദീപിനെ കണ്ടാൽ മുട്ടിടിക്കുന്ന കാഴ്ചയാണ് പൊതുവെ കാണാറുള്ളത്. ഡൽഹിയിൽ ഇപ്പൊ റീസെന്റ് ഫോം അത്ര വലിയ ഫോം അല്ല. അവര് ഇടയ്ക്കൊരു കളി ജയിച്ചാലാണ് അവർക്ക് തുടരെ തോൽവികളാണ് ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ KKR സംബന്ധിച്ചിടത്തോളം അങ്കരീഷ് രഘുവൻഷി ഇപ്പൊ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട്. അതൊരിക്കൊരു പോസിറ്റീവാണ്. പിന്നെ ഫിന്നാലനോ ടീം സ്റ്റേഫോർഡ് ഒരാൾ തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പക്ഷെ രജിൻ രവീന്ദ്ര ടീമിലേക്ക് വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ റോമൻ പവൽ പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഡേവിഡ് മില്ലറിന്റെ നിന്നും പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഡേവിഡ് മില്ലർ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോ അവർക്ക് ഇപ്പോ നമ്മുടെ പത്തും നിസാങ്ക നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കും സ്റ്റെപ്സും ആണ് കളിക്കുന്നത്. പിന്നെ ജാംബിസണും ഉണ്ട്, അല്ലെങ്കിൽ NGD രണ്ടാളൊരാളാണ് കളിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ പതിരാനയുടെ കാര്യം, പതിരാന ഈ സീസണിൽ ഒരു മത്സരം കളിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മതീഷ പതിരാന KKR അങ്ങനെ ഇമ്പോർട്ടന്റ് മാച്ചാണ് അവർക്ക്, മസ്റ്റ് വിൻ മാച്ചാണ്. അങ്ങനെ രണ്ട് ടീമിന്റെ പ്രോപ്പർ ലൈനപ്പിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് KKRന്റെ ഭാഗത്തു KKR ലഹാനിയും ഫിനാലിനും കൂടി ഓപ്പൺ ചെയ്താൽ രഘുവൻഷി നമ്പർ 3ലും റിങ്കു നമ്പർ 4ലും കളിക്കും. ക്യാമറോൺ ഗ്രീൻ നമ്പർ 5ലും റൗമൻ പവൽ നമ്പർ 6ലും കളിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ മനീഷ് പാണ്ഡ്യ ഇറങ്ങും. അങ്ങനെയാണ് നമ്പർ 7 സുനിൽ നരേൻ, നമ്പർ 8 അനുകൂൽ റോയ്, നമ്പർ 9 മതീഷ പതിരാന. അതായത് റൗമൻ പവൽ ഓർ മതീഷ പതിരാന വരാൻ ചാൻസ് ഉണ്ട്. നമ്പർ 10 കാർത്തിക് യാദവ്, നമ്പർ 11 വരുൺ ചക്രവർത്തി. ഇമ്പാക്ട് ആയിട്ട് വൈഭവ് അറോറിയോ അനുകൂൽ റോയ്ക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. മറുഭാഗത്ത് വന്നാൽ പത്തും നിസാങ്കി രാഹുലും കൂടി ഓപ്പൺ ചെയ്താൽ നിതീഷാണ് നമ്പർ 3ലും കരുൺ നായർ നമ്പർ 4ലും, അക്ഷർ പട്ടേൽ നമ്പർ 5, ട്രിസ്റ്റൻ സബ്ജ നമ്പർ 6, സമീർ റിസ്വി നമ്പർ 7, അശുതോഷ് ശർമ്മ നമ്പർ 8ലും ലുങ്കി NGD നമ്പർ 9, മിച്ചിൽ സ്റ്റാർക്ക് നമ്പർ 10ലും കുൽദീപ് യാദവ് നമ്പർ 11, T നട്ടരാജൻ ഇമ്പാക്ട് ആയിട്ടും ഉണ്ടാവും. മികച്ച പോരാട്ടം കാണാൻ സാധിക്കട്ടെ. ഏതായാലും ഈ മത്സരത്തിൽ നമ്മുടെ പ്രഡിക്ഷനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിക്കുമെന്നാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീണ്ടും എത്താം.